ഹായ് ഹലോ മക്കളെ, എങ്ങനെയുണ്ട്? എക്സാമൊക്കെ അല്ലേ? എല്ലാവരും പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVS പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ടൈം എക്സാമിന്, ഓണം എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, അതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക. ആക്ടിവിറ്റി 1 ആയി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓഫ് ചിത്രപുരം സ്കൂൾ വിസിറ്റഡ് എ ബയോവേഴ്സിറ്റി ഗാർഡൻ. ഒരു ബയോവേഴ്സിറ്റി ഗാർഡനിലേക്ക് ഈ സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടി വിസിറ്റ് ചെയ്യാൻ പോകും. ഗീവ് ബിലോ ഈസ് എ ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ദേ ഒബ്സർവ്ഡ്. അപ്പോൾ താഴെ അവർ ഒബ്സർവ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. മാംഗോ ട്രീ, ല്യൂക്കാസ്, തുളസി, സ്പിനാച്ച്, ജാക്ക് ട്രീ, ബയോഫിതം അതായത് മുക്കുറ്റിയാണ്, റോസ്, ഹിബിക്കസ് ഷൂഫ്ലവർ ആണ്, തീക്ക്. അപ്പോൾ ഇത്രയും ഒരു ബോക്സിൽ പ്ലാന്റ്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കണം. 3 രീതിയിൽ അതിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റും അല്ലേ? ഹെർബ്സ്, ഷബ്സ്, ട്രീസ് അല്ലേ? ഹെർബ്സ് ല്യൂക്കാസ്, സ്പിനാച്ച്, ബയോഫിതം അല്ലേ? മുക്കുറ്റിയൊക്കെ ഹെർബ്സിൽ പെടുന്നതാണ്. ഷബ്സിലോ തുളസി, ഹിബിക്കസ്, റോസ്. ട്രീസിലോ വലിയ മരങ്ങൾ മാംഗോ ട്രീ, ജാക്ക് ട്രീ, ടീക്ക്. എളുപ്പമാണ് അല്ലേ? ഹെർബ്സും ഷബ്സും ട്രീസും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അതിൽ ബി സം പാർട്സ് ഓഫ് റോസ് പ്ലാന്റ് ഇൻ ദ ഗാർഡൻ സെഡ് തിങ്സ് അബൌട്ട് ദംസെൽസ്. ഐഡൻറ്റിഫൈ ദ പാർട്ട് വിച്ച് ദേ മെൻഷൻ ഫ്രം വാട്ട് ദേ സെഡ്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ പാർട്ട് ആൾസോ. ഐ പ്രിപ്പയർഡ് ഫുഡ് ഫോർ ദ പ്ലാൻ. ആ ഏത് പാർട്ടാണ് അവിടെ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈ ജോബ് ഈസ് ഒബ്സർവിങ് വാട്ടർ ആൻഡ് ന്യൂട്രീഷൻസ് ഇൻ ദ ഫ്രം ദ സോയിൽ അല്ലേ? അപ്പോൾ ഈ 2 പ്രത്യേകതകളുള്ള പാർട്സ്, പ്ലാന്റ്സിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് അവിടെ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ലീഫാണ് അല്ലേ? പ്രിപ്പയർ ഫുഡ് ഫോർ പ്ലാന്റ്സ്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലീഫാണ്. ജോബ് ഇസ് അബ്സോർബിങ് വാട്ടർ, ന്യൂട്രീഷൻസ് ഫോർ ദ സോയിൽ. മണ്ണിൽ നിന്നും ന്യൂട്രീഷൻസും വാട്ടറൊക്കെ വലിച്ചെടുക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഏത് ഭാഗമാണ്? റൂട്ടാണ് അല്ലേ? അപ്പോൾ റൂട്ടിൻ്റെയും ലീഫിൻ്റെയും പിക്ചർ അവിടെ നിങ്ങളോട് വരക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ലിസൺ ടു വാട്ട് എ ഫിഷ് ഇൻ പോണ്ട് ഇൻ ചിത്രപുരം സേസ് അല്ല. ഈ ചിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്? പോണ്ടിലല്ലേ, കുളത്തിൽ കുറേ മാലിന്യങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ ഒരു മീൻ പറയുന്നുണ്ട്, പ്ലീസ് ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ ടു ദ പോണ്ട്, ലെറ്റേഴ്സ് എലോ ആൾസോ ലീവ്. ദയവ് ചെയ്തിട്ട് മാലിന്യങ്ങൾ ഇങ്ങോട്ട് ഇടല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് ചോദ്യം? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് വാട്ടർ റിസോഴ്സസ്. വാട്ട് ഷുഡ് വി ഡു ടു ടേക്ക് കെയർ ഓഫ് സോഴ്സ് ഓഫ് വാട്ടർ അല്ലേ? ഇങ്ങനെയുള്ള വാട്ടർ സോഴ്സ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മളെ ഡ്യൂട്ടിയാണ് അത് അല്ലേ? എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ ടു ദ വാട്ടർ സോഴ്സ് അല്ലേ? വാട്ടർ സോഴ്സിലേക്ക് എന്ത് വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. കീപ്പ് വാട്ടർ സോഴ്സ് നീറ്റ് ആൻഡ് ടിഡി. വാട്ടർ സോഴ്സ് എല്ലാം എന്താണ് നീറ്റായിട്ട് കൊണ്ട് നടക്കുക. ഡോണ്ട് ഹാം അക്യൂട്ട് ആനിമൽ അല്ലേ? മത്സ്യങ്ങളെയൊന്നും ഉപദ്രവിക്കാതൊക്കെ ഇരിക്കുക. ഇനി മിനിമോൾ മെയ്ഡ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ഓയിൽ. ഹിയർ ഈസ് ദ പിക്ചർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് നെയിം ഇറ്റ് അല്ലേ? മിനിമോൾ ഒരു റെയിൻ മെഷർമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ആ റെയിൻ മെഷർമെൻറ്റിൻ്റെ പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചതല്ലേ കൂട്ടുകാരെ? അതിൻ്റെ പേര് എന്താണ്? മലയാളത്തിൽ അതിനെ മഴമാപിനി എന്ന് പറയും. എന്താണ് നമ്മളത് ഇംഗ്ലീഷിൽ പറയുക നോക്കാം? റെയിൻ ഗ്വാജ് അല്ലേ? അപ്പം അതിന് പറയുന്ന പേരാണ് റെയിൻ ഗ്വാജ് അഥവാ മഴമാപിനി എന്നാണ് മഴ അളക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് കേട്ടോ. അപ്പോൾ മറക്കണ്ട. ഇനി ആക്ടിവിറ്റി 3 കൊടുത്തിട്ടുണ്ട്. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മെയ്ഡ് ആൻ എക്യുപ്മെൻറ്റ് ഫോർ പ്യൂരിഫൈയിങ് മഡി വാട്ടർ ആസ് ഷോൺ ഇൻ ദ ഫിഗേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ റൈറ്റ് മെത്തേഡ് ഓഫ് മേക്കിംഗ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ? നമ്മളെ മഡി വാട്ടർ എന്താണ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 തരത്തിൽ ഇവിടെ ഒരു കുട്ടി, മനു ഒരു ഫ്രണ്ടും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായ രീതി എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എയിൽ ചാർക്കോൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഗ്രാവൽ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് സാൻഡ്. ബിയിൽ എന്താണ്? ഗ്രാവൽ ഫസ്റ്റ് ഇട്ടു, സാൻഡ്, ചാർക്കോൾ. സിയിൽ ഗ്രാവൽ ഫസ്റ്റ് ഇട്ടു, ചാർക്കോൾ സെക്കൻഡ് ഇട്ടു, സാൻഡ് തേർഡ് ഇട്ടു. അപ്പോൾ ഇതിൽ ഏത് പിക്ചറാണ് ശരിയായിട്ട് വാട്ടർ പ്യൂരിഫൈയിങ് ചെയ്യുന്ന ആ മെത്തേഡ്, മഡി വാട്ടർ പ്യൂരിഫൈയിങ് ചെയ്യുന്ന ആ മെത്തേഡ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കുട്ടികളെ? എൻ്റെ ആൻസർ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ അത് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ തന്നെ ഒന്ന് ഒറ്റയ്ക്കൊന്ന് കണ്ടെത്തി നോക്കൂ കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ബി നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ
ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ച്ഡ് ദ വെൽ അല്ലേ, എന്താണ് മഡി വാട്ടർ എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് വെല്ലിലെത്തുന്നത്, കിണറിലെത്തുന്നത് എന്നാണ്. എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ അല്ലേ, മണ്ണിൽ വന്നിട്ട് റെയിൻ വാട്ടർ പതിക്കും. ഇറ്റ് ഫിൽറ്റർ ഡൗൺ ത്രൂ ദ സോയിൽ, മണ്ണിനടിയിലേക്ക് പോകും. ഇറ്റ് ബിക്കംസ് ദ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സ്. മണ്ണിൻ്റെ അടിയിലൂടെയാണ് ഇത് എവിടെ എത്തുന്നത്, കിണറുകളിലും അതർ വാട്ടർ സോഴ്സിലൊക്കെ എത്തുന്നത്. ദ വാട്ടർ ബിക്കം ക്ലിയർ വെൻ ഇറ്റ് ഫിൽറ്റേഴ്സ് ത്രൂ ടു ദ സോയിൽ അല്ലേ. അങ്ങനെയാണ് എവിടെ എത്തുന്നത്, റീച്ചേഴ്സ് ദ വെൽ, റെയിൻ വാട്ടർ ക്ലീനായിട്ട് വെല്ലിലും പോണ്ടിലൊക്കെ എത്തുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അടുത്ത് കുറച്ച് അനിമൽസിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ക്ലാസിഫൈ ദെം ഇൻ ദ ഗിവൺ ടേബിൾ അക്കോർഡിംഗ് ടു ദെയർ മെത്തേഡ് ഓഫ് മൂവ്മെൻറ്റ് അല്ലേ. എന്താണ് അത് എങ്ങനെയാണ് ചലിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളോട് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഫ്ലൈയിങ് പറക്കുന്നത് മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിത്രം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാക്കിംഗ്, ഫ്ലൈയിങ്, ക്രൗളിങ് അല്ലേ. എലിഫൻറ്റ് വാക്കിംഗ് ആണ്, ക്യാറ്റ്, ഡോങ്കി, ഫോക്സ് ഇതെല്ലാം വാക്കിംഗ് ആണ്. ഫ്ലൈ ചെയ്യുന്നതോ ക്രൗ, ഈഗിൾ, പാരറ്റ്, ഡ്രാഗൺ ഫ്ലൈ അല്ലേ. ഇനി ക്രൗളിങ് ചെയ്യുന്നതോ സ്നേക്ക്, എഴുതുന്നതാണ് കേട്ടോ. സ്നേക്ക്, സ്നെയില്, ടോട്ടോയ്സ്, മില്ലിപ്പെഡ് അല്ലേ. ഇതൊക്കെ ആ ചിത്രത്തിൽ തന്ന ആനിമൽസ് ആണ്. അപ്പോൾ വാക്കിങ്, ഫ്ലൈയിങ്, ക്രൗൾ ഈസി അല്ലേ മക്കളെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. നന്നായിട്ട് മനസ്സിലാക്കി പോവുക കേട്ടോ. തെറ്റ് പറ്റിയത് ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ പഠിച്ച് വെച്ച് പോവുക. അടുത്തത് നോക്കാം. റാഹില asked some questions about the body features of different creators. Answer her questions അല്ലേ. റാഹില കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ നെയിം മീ ഫ്രം ദ സ്ട്രിപ്സ് ലൈൻസ് ഓൺ മൈ ബോഡി, ഹൂ ആം ഐ അല്ലേ. സം ആനിമൽസ് ഹാവ് ഹൂഫ്സ്, നെയിം ദ ഹൂഫ്ഡ് ആനിമൽ. എന്താണ് റാഹിലേൻ്റെ ഫ്രണ്ട് എന്താ പറയുന്നത്, എൻ്റെ മേത്ത് വരയുണ്ട് അല്ലേ, ലൈനുണ്ട് എൻ്റെ ബോഡിയിൽ. ഞാൻ ആരാണ്, ഏത് അനിമലാണെന്ന് ചോദിക്കുന്നത്. ഏതാണ് മക്കളെ, സീബ്രയാണ് അല്ലേ. റാഹില ചോദിക്കുന്നുണ്ട് സം ആനിമൽസ് ഹാവ് ഹൂഫ്സ് അല്ലേ, കുളമ്പുണ്ട്. അതേതാണ്, ചില ആനിമൽസിന് കുളമ്പുണ്ട്. അതിലേതാണ് എക്സാമ്പിൾ, ഹോഴ്സാണ് അല്ലേ, കുതിരയാണ്. ഇനി ഇവിടെ ടൈഗറിൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ. ടു ഹംഗ്രി ടുഡേ, ഇഫ് ഐ were here I could have filled my stomach അല്ലേ. വിശന്നിട്ട് സിംഹം പറയാണ് അല്ലേ. അങ്ങനെ ലുക്ക് വാട്ട് ഡസ് ദ ലയൺ സേ, എന്താണ് പറയുന്നത്, ഡോണ്ട് യു റിമെമ്പർ ദ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ്. നിങ്ങൾക്കറിയാം പല ആനിമൽസിനും പല ഫുഡ് ഹാബിറ്റ്സ് ആണ് അല്ലേ. നൗ ക്ലാസിഫൈ ദ ആനിമൽസ് നെയ്മഡ് ബിലോ അക്കോർഡിംഗ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്സ്, യൂസ് ദ ഗിവൺ ടേബിൾ. അപ്പോൾ ഈ താഴെ തന്നിട്ടുള്ള ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങളോട് ഫുഡ് ഹാബിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സിംഹം പറയുന്നത് എന്താ, എനിക്ക് വിശക്കുന്നുണ്ട്, ഒരു ഡിയർ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റൊമക്ക് അല്ലേ വയറ് നിറക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് കുറച്ച് ആനിമൽസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, ആൻസർ എന്താ നോക്കാം കേട്ടോ. നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനാണ്. ഹെർബീവിയേഴ്സ്, കാർണിവേഴ്സ്, ഒംനിവേഴ്സ് അല്ലേ. അപ്പോൾ കൗ എന്താണ്, ഹെർബീവേഴ്സ് ആണ്. ഹോഴ്സ്, ജിറാഫ്, ഡിയർ ഒക്കെ ഹെർബീവേഴ്സ് ആണ് അല്ലേ. ആഹാരങ്ങൾ കഴിക്കുന്നതാണ് അല്ലേ. കാർണിവേഴ്സ് ഏതൊക്കെയാണ്, ലിയോപാഡ്, വോൾഫ്, ലയണ്, ഫോക്സ് അല്ലേ, ഇറച്ചി മാംസങ്ങളൊക്കെ കഴിക്കുന്നത്. ഒംനിവേഴ്സ് ഏതൊക്കെയാണ്, ക്രൗ, ഹെൻ, ഡക്ക്, ആൻഡ് അല്ലേ. അങ്ങനെ നമുക്ക് ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി മറക്കരുതേ കുട്ടികളെ. യു ആർ ഫെമിലിയർ വിത്ത് ദ ബേർഡ്സ് ഷോൺ ഇൻ ദ പിക്ചർ. റൈറ്റ് 2 ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം അല്ലേ. ഡക്കിൻ്റെയും പിന്നെന്താ നമ്മളെ പരിന്ത് അല്ലേ, പരിന്തിൻ്റെയും പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 ബോഡി ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡക്കിൻ്റെ എന്തൊക്കെ എഴുതാം, ഓയിലി ഫെദേഴ്സ് ആണ് അല്ലേ. ദ ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ് അല്ലേ. ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ തൂവൽ, ഓയിലി ആയിട്ടുള്ള തൂവലാണ്. ദ ബീക്ക് പറഞ്ഞാൽ ചുണ്ട് എങ്ങനത്തെയാണ്, ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ് ആണ്.
പിന്നെ വെബ്ഡ് ടോസ് ആണ്. ഇനി ഈഗിൾ, പരുന്തിൻ്റെത് എന്തൊക്കെയാണ്? ലാർജ് ആൻഡ് സ്ട്രോങ് വിങ്സ് ആണ് അല്ലേ. ചിറകുകൾ ഭയങ്കര വലുപ്പമുള്ളതും സ്ട്രോങ് ആയതുമാണ്. ഷാർപ്പ് വിഷൻ അല്ലേ, കാഴ്ച ഭയങ്കര കാഴ്ചയല്ലേ. ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വരെ താഴ്ത്തുനിന്ന് പരുന്ത് റാഞ്ചി കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ഷാർപ്പായിട്ടുള്ള വിഷനാണ്. ഷാർപ്പ് ബീക്ക് ആൻഡ് ക്ലോസ് അല്ലേ, ഷാർപ്പായിട്ടുള്ള ബീക്സ് ആൻഡ് ക്ലോസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതൊക്കെ എക്സാമിന് മസ്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. നന്നായിട്ട് പഠിച്ച് പാഠത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പോൾ മക്കൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ വൃത്തിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.